ആദ്യം ഈ ചുക്കിനും ചുള്ളാമിനും കൊള്ളത്തില്ലാത്ത ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നവനെ ഒരു തത്തീര് തത്തിച്ച കാറിന്റെ അത് ഇറക്കി വിടണം. ഈ ഉണ്ണിമൂന്നിനെതിരെ കുറ്റം പറഞ്ഞിട്ട് രണ്ടിടി കൂടുതൽ കിട്ടി. ഈ പിണറായി വിജയൻ നേരിട്ട് വന്ന് ഇത് പണിതോ അത് പണിതോ എന്ന് പറഞ്ഞ് പണിയിപ്പിക്കുന്ന പദ്ധതിയൊന്നും അല്ല ലൈഫ് മിഷൻ പദ്ധതി. അച്ചായൻ പൈസ വാരി എറിയുവാടാ മക്കളെ. അച്ചായന് പൈസക്കൊന്നും ഒരു നോട്ടോ ഇല്ല. ഇതാണ് അച്ചായന്റെ വാക്കുകൾ. ഇതാണ് എല്ലാവരെയും ചൊടിപ്പിച്ചത്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഈ അച്ചായൻസ് ഗോൾഡിന്റെ ഉടമ ടോണി അച്ചായനെ കുറിച്ചാണ്. വളരെ നാളുകളായി നമുക്ക് സോഷ്യൽ മീഡിയ മുഴുവൻ അറിയാം. ഈ ടോണി അച്ചായന് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അച്ചായൻ എയറിലാക്കിയത് സീക്രട്ട് ഏജന്റ് എന്നു പേരുള്ള ഒരു യൂട്യൂബർ. ഈ യൂട്യൂബറുടെ ശരിക്കുള്ള പേര് സായി കൃഷ്ണ എന്നാണ്. ഇവന്റെ വിചാരം ഇവനെന്തോ വലിയ ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുകയാണ്. നാട്ടിലുള്ള കാര്യങ്ങളെക്കുറിച്ച് മൊത്തം പൊതുവായ ഒരു അഭിപ്രായം യൂട്യൂബിൽ ചെയ്തിടുകയാണ് ഇവന്റെ മെയിൻ ജോലി. ഇതുപോലെ തന്നെ നേരത്തെ ഒന്ന് ഉണ്ണിമൂന്നിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടതാണ്. അതുകൊണ്ടാണ് ഉണ്ണിമൂന്നിനെ കീറ് കിട്ടിയതും അവനൊന്ന് ഒതുങ്ങിയതും. അവൻ താണ്ട പിന്നെയും കുത്തി തിരികെ കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്. ഇയാൾ സ്വയമേ നടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സീക്രട്ട് ഏജന്റ് ആണെന്നാണ്. എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കുന്ന ഒരു സീക്രട്ട് ഏജന്റ്. അതായത് ഒരു കാറിന്റെ അകത്ത് കയറിയിരുന്ന് പുള്ളി യൂട്യൂബിലൊക്കെ നോക്കി എല്ലാ സത്യങ്ങളും അങ്ങ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അച്ചായനെതിരെയുള്ള പുതിയൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ ഈ സർക്കാരിന്റെ പദ്ധതിയായ ലൈഫ് മിഷൻ വഴി ഒരുപാട് ആൾക്കാർക്ക് വീടുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിന് കഴിഞ്ഞ തവണ ഒരു വീട് വെച്ച് കൊടുത്തിരുന്നു 5 ലക്ഷം രൂപയ്ക്ക്. ആ കൊടുത്ത വിവരം ഒരു പ്രഥമ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ വർഷം. അപ്പൊ നമ്മളെല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ ഒരു വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തൂണും നാട്ടി കോൺക്രീറ്റും ചെയ്ത് നിലവൊന്നും ഇടാതെ കൊടുത്തു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി വീടാവുകയില്ല. എല്ലാവരുടെയും വിചാരം ഇതാണ് വീട്, ഇതിന്റെ അകത്ത് എല്ലാവർക്കും കയറി താമസിക്കാമെന്നാണ്. ഈ ഒരു പദ്ധതി പ്രകാരം വീട് കൊടുത്തു കഴിഞ്ഞ് 1 വർഷത്തോളം ഈ ഒരു വീടിന്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. ചോർന്നൊലിക്കുന്നതും വീടിന്റെ അകത്ത് കയറി നമുക്ക് കിടക്കാൻ പറ്റാത്തതുമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഈ വീട് നിന്നിരുന്നത്. അപ്പോഴാണ് നമ്മുടെ അച്ചായൻസ് ഗോൾഡിന്റെ ടോണി അച്ചായന്റെ ശ്രദ്ധയിൽ ഇത് പെടുന്നതും ടോണി അച്ചായൻ ഈ വീടിന്റെ ബാക്കി പണികളെല്ലാം ചെയ്ത് പുതിയൊരു റിനോവേഷൻ പരിപാടിയെല്ലാം ചെയ്ത് ഈ കുടുംബത്തിന് ഈ താക്കോല് കൈമാറുന്നത്. ഈ കൈമാറുന്നതും എല്ലാം അച്ചായൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അച്ചായൻ പറയുന്നുണ്ട് അച്ചായന്റെ 31ാമത്തെ വീടാണ് ഈ കൈമാറുന്നത് എന്ന്. ഈ വീടിന്റെ അടിത്തറ തൊട്ട് പൂർണ്ണമായി അച്ചായനാണ് പണിത് കൊടുത്തത് എന്ന് എവിടെയും അച്ചായൻ പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, ഈ വീടിന്റെ പരിപാടികൾ താനാണ് ചെയ്തത്, അല്ലെങ്കിൽ പൂർണ്ണമായി താൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞുപോയ കേരള സർക്കാരിന്റെ പദ്ധതിയായിരുന്നു, ഇത് ഞാൻ പുനരാവിഷ്കരിച്ച് ചെയ്യുന്നതാണ് എന്ന് അച്ചായൻ പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സർക്കാരിന് തന്നെയാണ് നാണക്കേട്. പിന്നീട് സർക്കാരിനൊരു തീരുമാനം എടുക്കാം, നിങ്ങൾ ഇനി ഈ വീട്ടിൽ കഴിയണ്ട, ഞങ്ങൾ തന്ന വീട് നിങ്ങൾ റിനോവേറ്റ് ചെയ്തില്ല, ഇനി നിങ്ങൾ ഇറങ്ങിപ്പൊക്കോ എന്ന് വരെ തീരുമാനമെടുക്കാൻ പറ്റും സർക്കാരിന്. അതുകൊണ്ടാണ് വളരെ ബുദ്ധിപരമായി ഈ അച്ചായൻസ് ഗോൾഡ് ഈ വിവരങ്ങളെല്ലാം മറച്ചു വെച്ച് വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ചെയ്ത പിന്നെ ആർക്കും ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല. കേരള സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല, ഈ വീട് കിട്ടിയ ആൾക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല, ഇത് റിപ്പോർട്ട് ചെയ്ത യൂട്യൂബർമാർക്കും നഷ്ടമായിട്ടില്ല. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു വീടിന്റെ വീഡിയോ യൂട്യൂബിൽ വന്നു കഴിഞ്ഞ് സീക്രട്ട് ഏജന്റ് എന്ന് പേരുള്ളവൻ ഇതെടുത്തിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇവൻ പഴയ വീഡിയോ എല്ലാം കുത്തിപ്പൊക്കി ഇങ്ങ് കൊണ്ടുവന്ന് അച്ചായൻസ് ഗോൾഡിനെ ഭയങ്കരമായി താറടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇവന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ് വേറെ ഒരുപാട് യൂട്യൂബർമാരും ഇതുപോലെ തന്നെ ഈ സെയിം പദ്ധതി ആവിഷ്കരിക്കാൻ തുടങ്ങി. അതും അച്ചായൻസ് ഗോൾഡിനെ കുറ്റം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു. ഞാൻ ആലോചിക്കുന്നത് ഒരുപക്ഷെ ഈ യൂട്യൂബർമാർക്കെല്ലാം ഒരുപാട് വരുമാനം ഉണ്ടായിരിക്കും. ഇതിന്റെ അകത്തുനിന്ന് ഏതവനെങ്കിലും ഒരു ആൾക്കൊരു 5 പൈസ ചുമ്മാ കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ദരിദ്രം അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് ഒരു കുറച്ച് പൈസയോ കുറച്ച് വസ്ത്രങ്ങളോ കുറച്ച് ഭക്ഷണമോ ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉമ്മാരോട് ഇങ്ങനെ പബ്ലിക്കലി ചോദിക്കുമ്പോൾ ഉമ്മാര് പറയും ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അതൊന്നും ഞാൻ പബ്ലിസിറ്റി ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയും. ഒരു ചുക്കും കൊടുക്കുന്നില്ല. ആദ്യം ഈ ചുക്കിനും ചുള്ളാമിനും കൊള്ളത്തില്ലാത്ത ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നവനെ ഒരു തത്തീര് തത്തിച്ച കാറിന്റെ അത് ഇറക്കി വിടണം. ഇവൻ ഈ മറ്റുള്ളവന്റെ കഞ്ഞി പാറ്റിയിടാൻ വേണ്ടി നടക്കുവാണ്. ഈ കൊടുക്കുന്നവരോ കൊടുത്തോട്ടെ, അവര് ഫ്ലെക്സ് അടിക്കുകയോ യൂട്യൂബിൽ വീഡിയോ ഇടുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. എന്നും വെച്ച് നിങ്ങൾ എന്തിനാണ് ഇതിനെ എടുത്തിട്ട് ട്രോളുന്നത്? നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ ഒരിക്കലും നിങ്ങൾ കളിയാക്കരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. ചെയ്യുന്ന ആൾക്കാർ ഇത് നല്ല വൃത്തിക്കും വെടുപ്പോടും കൂടി ചെയ്തോട്ടെ, അവരവരുടെ പേര് വെച്ചോട്ടെ. പിന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴത്തേനും ഇത് പല ആൾക്കാരും കൈമാറി വരുന്ന ഒരു പദ്ധതിയാണിത്. പല ആൾക്കാരുടെയും കയ്യിൽ കൂടെയാണ് ഇത് വരുന്നത്. ഏജൻസി കൊടുക്കുന്നതാണ്, കോൺട്രാക്ട് എടുക്കുന്നതാണ്. ഇതിന്റെ താരൊക്കെയാണ് പറ്റിച്ചിട്ട് പോയെന്ന് നമുക്കറിയത്തില്ല. അല്ലാതെ ഈ പിണറായി വിജയൻ നേരിട്ട് വന്ന് ഇത് പണിതോ അത് പണിതോ എന്ന് പറഞ്ഞ് പണിയിപ്പിക്കുന്ന പദ്ധതിയൊന്നും അല്ല ലൈഫ് മിഷൻ പദ്ധതി. ഒരുപാട് ആൾക്കാരുടെ കൈമറിഞ്ഞു പോകുന്നതാണ്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനെ തട്ടിപ്പ് നടത്താം, വെട്ടിപ്പ് നടത്താം, ചില കുടുംബങ്ങൾക്ക് കിട്ടാതെ ആകാം.
നിങ്ങൾ ഈ ഒരു കുടുംബത്തിന്റെ കാര്യം മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ. ഈ ലൈഫ് മിഷൻ പദ്ധതിയിലെ ഈ ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്ക്. എത്ര പേർക്ക് വീട് കിട്ടി, ഈ വീട് എത്രത്തോളം പൂർത്തീകരിച്ചു എന്നൊന്നും നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുന്നുണ്ടോ? അതൊന്നും ഈ സീക്രട്ട് ഏജന്റിനെ കൊണ്ട് പറ്റത്തില്ല. സമൂഹത്തിൽ നല്ലപോലെ ഉയർന്നു നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ എടുത്ത് താറടിച്ച് മോശമായി പറഞ്ഞ് അവർക്ക് നല്ല നെഗറ്റീവ് കമന്റ്സ് മേടിച്ചു കൊടുക്കുന്നതാണ് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നവന്റെ പണി. അങ്ങനെ ചെയ്താലേ ഇവന് മാസം പൈസ കിട്ടുള്ളൂ. ഈ പൈസ എടുത്ത് പൊട്ടടിച്ച് ഇവൻ നല്ല സുഭിക്ഷമായി കാറിന്റെ അകത്ത് കയറിയിരുന്ന് മറ്റുള്ളവരുടെ വീഡിയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാനും ആ പണി തന്നെയാണ് ചെയ്യുന്നത്. എനിക്കത് പറയുന്നതിന്റെ അകത്ത് ഒരു കുറച്ചിലുമില്ല. ഞാൻ ഇന്ന് ഇവരെ ആരെയും താറടിച്ച് കാണിച്ചിട്ടേ ഇല്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ വളരെ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലേ ഞാൻ പറയുന്നുള്ളൂ. ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നവൻ ഇവൻ വലിയ എന്തോ ഉണാണ്ടറാന്നല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ ഇവന് നേരിട്ട് പോയി കാര്യങ്ങളങ്ങ് അന്വേഷിച്ച എന്നാ കുഴപ്പം? ഞാൻ ആലോചിക്കുന്നത് എന്നാ പിന്നെ ഇവനെ വല്ല CBI-യിലോ അല്ലെ സർക്കാരിന്റെ ഈ അന്വേഷണ ഏജൻസിയിലോ വല്ലതും എടുക്കണം. നിമിഷ നേരം കൊണ്ടല്ലേ ഓരോരോ കാര്യങ്ങൾ ഈ കാറിന്റെ അകത്ത് കയറി യൂട്യൂബ് നോക്കി ഇവൻ സെർച്ച് ചെയ്ത് പറയുന്നത്. എന്റെ പൊന്നു സായി, നീ പറയുന്നതെല്ലാം റോങ് ആണ്. നീ എന്തേലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ കുറച്ച് നേരും നെറിയും ഉണ്ടെങ്കിൽ നീ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് നോക്കിയിട്ട് വേണം പറയാൻ. അതല്ലാതെ ചുമ്മാ നിനക്ക് കണ്ണി കണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അലക്കാനുള്ളതല്ല. ആ പുള്ളി നിന്റെ പേരിൽ മാനനഷ്ടത്തിന് കേസ് കൊടുത്താൽ നീ അകത്തുപോയി കിടക്കും. ഈ ഉണ്ണിമൂന്നിനെതിരെ കുറ്റം പറഞ്ഞിട്ട് 2 അടി കൂടുതൽ കിട്ടിയതല്ലേ നിനക്കിട്ട്. എന്നാ പിന്നെ നീ ഇനിയെങ്കിലും കുറച്ച് മാന്യതയോടുകൂടി സംസാരിക്കുക. വ്യക്തമായി ഓരോരോ കാര്യങ്ങൾ അന്വേഷിച്ചതിന് ശേഷം നീ വീഡിയോ ഇടുക സായി. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതല്ലാതെ ചുമ്മാ അറ്റോ മുറിയും കേട്ട് കഴിഞ്ഞ് നേരെ പോയി വീഡിയോ എടുക്കുകയല്ല വേണ്ടത്. വ്യക്തമായി അന്വേഷിക്കണം ഇനിയെങ്കിലും. അപ്പൊ എനിക്ക് ഈ പ്രേക്ഷകരോടാണ് പറയാനുള്ളത്, വല്ലോമാരും കിടന്ന് ചിലക്കുന്നത് കേട്ടിട്ട് നിങ്ങൾ നേർവസ് ആകേണ്ട ഒരാവശ്യവുമില്ല. ഈ അച്ചായൻസ് ഗോൾഡിന്റെ ടോണി അച്ചായൻ ഏറ്റവും നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. വ്യക്തമായ ഒരു കാര്യം ഓർക്കണം, ഒരു 2 തൂണും നാട്ടി ഒന്ന് വാർത്തിട്ട് കഴിഞ്ഞാൽ വീടാകത്തില്ല. അത് പൂർണ്ണതയിലേക്ക് എത്തണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. അത്തരം കാര്യങ്ങളാണ് ഈ പുള്ളി ചെയ്തു കൊടുത്തിട്ടുള്ളത്. 100% ഉറപ്പാണിത്.